ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീതിക്ക് അതിന് ഗിരി എന്തെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ശത്രു പിന്നെ ഇന്നലെ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും ഏട്ടന് ചിലപ്പോ ഓർമ്മ കാണില്ല. ഇനി നിങ്ങളായിട്ട് അത് ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ കുഞ്ഞി, നിന്നോടും കൂടിയാ. അയ്യോ, ഞാൻ ഒന്നും പറയൂല. ഈശ്വര, 8 മണിയായല്ലോ. ഇനിയിപ്പോ കട തുറക്കാൻ വൈകുമല്ലോ. ഇന്ന് നേരത്തെ നേരം വെളുത്തോ? ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ്. ഏട്ടാ ചായ. ചായ വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒന്ന് തിരുമ്പി തന്നെ. നല്ല വേദന. അത് ഇന്നലെ അമ്പലത്തിൽ തിടമ്പെടുത്തില്ലേ, അതിന്റെയാവും. തിരമെടുക്കുന്ന ആദ്യമായിട്ടാണോ? ഇത് അതിന്റെ ഒന്നും അല്ല, വേറെ എന്തോ ഒരു വേദനയുണ്ട്. ഓക്കെ, എന്തോ ഓക്കെ. അത് രത്നച്ചിന്റെ ഒരു ഹെയർ ബാൻഡ് ചോദിച്ചിരുന്നു. അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ അല്ലേ? പിന്നെ ഹെയർ ബാൻഡ് വെച്ചോണ്ടാണല്ലോ അവള് പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നിന്റെ മുഖത്ത് തന്നെ കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല. ഇരിക്കോ, ഇരിക്ക. ഏട്ടന്റെ കുഞ്ഞിപ്പെണ്ണ് ഏട്ടന്റെ തല്ലെ തൊട്ട് സത്യം ചെയ്തേ. സത്യം പറ. അതേട്ടാ, നിന്റെ മുഖത്ത് മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാത്തിന്റെ മുഖത്ത് കള്ള ലക്ഷണമുണ്ട്. കള്ളം പറയുന്നത് തെറ്റാണെന്ന് അറിയില്ലേ? അറിയാം. പറ, എന്താ കാര്യം? പറയടി. അത് ഇന്നലെ ഉത്സവത്തിനൊരു സംഭവം നടന്നു. ഏട്ടാ ഏട്ടാ, നിങ്ങളുടെ ദേഹത്ത് ഒരാൾ കൈവച്ചാലേ അത് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവന്മാർക്ക് ഇന്നലെ ശരിക്കും കൊടുത്തതാ. ഏട്ടൻ ഇപ്പൊ ഓർക്കാഞ്ഞിട്ടാ. ഇന്നലത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇനി നടക്കാൻ പോകുന്ന കാര്യം എനിക്കും അവന്മാർക്ക് നല്ലപോലെ ഓർമ്മയുണ്ടാവും. നിങ്ങൾ വിട്ടെ. ആരാ നോക്കി? ആരാ? അപ്പച്ചിയാ. അപ്പച്ചി. ഗിരി, നീ എവിടെയാ? കടയിലാണോ? അല്ല, ഞാൻ വീട്ടിലാ. നീ വേഗം വീട്ടിലോട്ട് വാ, പപ്പേട്ടൻ നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ വരാം. ശരി. ആ ധർമ്മരാജന്റെ ഗുണ്ടകളെ ഞാൻ പിന്നീട് പോയി കണ്ടോളാം. അപ്പൊ വലിയേട്ട അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞു വന്നേക്കല്ലൊന്നും. കേട്ടല്ലോ? അമ്മാവ് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്ന് പോയി കാണട്ടെ. പപ്പേട്ടാ. സുദേവനോ? പോടെ. എന്താ സുദേവ? ഞങ്ങള് പപ്പേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ വിശേഷിച്ച്? എന്റെ മോൾക്ക് IIT-യിൽ അഡ്മിഷൻ കിട്ടി. അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അങ്ങ് ഡൽഹിയിലാ. അത് നല്ലതല്ലേ? അതിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റ മോളേ ഉള്ളൂ. അവളെ അത്രയും ദൂരത്തേക്ക് പറഞ്ഞു വിടാനൊരു വിഷമം. പപ്പേട്ടൻ വിചാരിച്ച നാട്ടിലെവിടെയെങ്കിലും ഒരു അഡ്മിഷൻ തരപ്പെടുത്താൻ പറ്റൂ? അതൊക്കെ പറ്റും. പക്ഷെ സുദേവ,
അത് വേണ്ട. ഡൽഹിയാ നല്ലത്. അവിടുത്തെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടുതലാ. എന്നാലും ഹ, സുദേവ, നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുന്നത് നമ്മൾ ആഗ്രഹിക്കും, പ്രത്യേകിച്ചും പെൺമക്കൾ. പക്ഷേ അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച തന്റെ മുഖത്ത് ഈ സങ്കടം ഉണ്ടാവില്ല. ഹാ, മോള് പുറത്തുപോയി പഠിക്കട്ടോ. നാളെ അവള് വലിയൊരു പൊസിഷൻ എത്തുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ നാടിന് തന്നെ അഭിമാനമല്ലേ. പപ്പേട്ടൻ പറഞ്ഞാ പിന്നെ അതിനൊരു എതിർവാക്കില്ല. ആ പിന്നെ സുദേവ, മോള് പോകുന്നതിന് മുമ്പേ കരിനീലി കാവിലമ്മയ്ക്ക് പൂജയോ വഴിപാടോ ചെയ്യണം. ആ ഭഗവതിയുടെ ഒരു നോട്ടം മോളുടെ മേലെ എപ്പോഴും ഉണ്ടാവും. ശരി പപ്പേട്ടാ. ആ ആ. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? കുറച്ച് കഴിയട്ടെ. പാറു വിളിച്ചായിരുന്നു. ആ, വിളിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് എത്തുവോ? അങ്ങനെയാ പറഞ്ഞത്. ഉം. അവള് വന്നാ ഇനി ഞാൻ അവളെ എവിടേക്കും വിടില്ല. പെട്ടെന്ന് അവളുടെ കല്യാണത്തിന്റെ തീയതി കുറിക്കണം. അത് മാത്രമാണ് ഇപ്പോഴെന്റെ മനസ്സിൽ. മുതലാളി, ആ, പാർമോളെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചത് കെട്ടിച്ചയക്കാൻ വേണ്ടിയാണോ? എന്താ സംശയം? അതിനു വേണ്ടി തന്നെയാ. ഓ, പടനിലത്ത് പത്മനാഭന്റെ മകൾ ഒരു ഡോക്ടറാണെന്ന് ചെറുക്കൂട്ടരോട് പറയുന്നത് തന്നെ എനിക്കൊരു അഭിമാനമാണ്. എടാ, നീ ഇതെവിടെ പോകുന്നു? എനിക്ക് കോടതിയിൽ ഒരു കേസുണ്ട്. ആ, അമ്മാവനെന്താ വിളിപ്പിച്ചത്? ആ, പറയാം. നീതിക്ക് അതിന് ഗിരി എന്തെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ശത്രു. അവനറിയാം അവന്റെ സ്ഥാനം എവിടെയാണെന്ന്. ഹാ, ഞാൻ നിന്നെ വിളിപ്പിച്ചെന്റെ കാര്യം പറയാം. ഭഗവതി ഇത്തവണയും കരിനീലിക്കുളത്തിൽ പോയി നീരാടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉത്സവം അങ്ങോട്ട് പൂർണ്ണമായെന്ന് പറയാനും പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം. ആ കളത്തിങ്കൽ തിരുമേനിയെ കണ്ട് നീരാട്ട് നടക്കാത്തതിൽ എന്തെങ്കിലും ദോഷമുണ്ടോന്ന് അറിയണം. ഉണ്ടെങ്കില് അതിനെന്താ പരിഹാരം എന്ന് നീ എന്നൊന്ന് അറിയിക്കേ. എടാ മോനെ, എത്ര രൂപ ചെലവായാലും ഞാനത് ചെയ്തോളാം. ഞാൻ തിരുമേനെ കാണാമാവാ. ആ, ഗിരി, നീ വാ, ചായ കുടിക്കാം. ആ, ചെല്ല്. അച്ഛാ, ഞാൻ ഇറങ്ങുക. ആ, നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട അപ്പച്ചി, പിള്ളേര് കാത്തിരിക്കായിരിക്കും. ഞാൻ ചെന്നാലേ അവരെന്തെങ്കിലും കഴിക്കുള്ളൂ. എന്നാ ഒരു കാപ്പി ഇട്ട് തരാം. ആ, വേണ്ട അപ്പച്ചി, ഇന്ന് ചുമ്മാ പണിയെടുക്കാനായിട്ട് വേണ്ട. ആ, നല്ല ചൂടപ്പം ഉണ്ട്. ഒരെണ്ണം കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വേണ്ടെന്നേ. ആ, കഴിക്കടാ. പറഞ്ഞാ മനസ്സിലാവൂലേ? ഒരെണ്ണം കഴിക്കേ. ദാ, കഴിച്ചിട്ട് കുറച്ചെടുത്തോണ്ട് പോയിക്കോ. പിള്ളേരുടെ കൂടെ ഇരുന്ന് ബാക്കി കഴിക്കാലോ. അന്ന് ശരിയാവില്ല. അവരവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അവളാ രശ്മിയില്ലേ, അവളിത് കണ്ടു കഴിഞ്ഞാൽ ഇതും കൂടെ കഴിക്കും. കറി വേണ്ടേ? ഇതിനെന്തിനാ കറി? നല്ല രുചിയുണ്ട്. ഇങ്ങനെ കഴിക്കുന്നല്ലേ രസം. അപ്പച്ചി, ഇതിപ്പോ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. വിരുന്നുകാരും വല്ലതും ഉണ്ടോ? വിരുന്നുകാരില്ല, പക്ഷെ ഒരു വിരുന്നുകാരിയുണ്ട്. ആര്? പാറു. പാറു വരുന്നുണ്ടോ? ആ, ശ്വാസം വലിക്ക്. കൂടെ വന്ന കുഞ്ഞു പെണ്ണാള് മാമ്പൂവിൻ ചിരിയുള്ള തേനെല്ലി കൊതിയുള്ള ചങ്ങാതിപ്പൂവേങ്ങു നീ എന്താ ആലോചിക്കുന്നേ?
കട തുറക്കാൻ സമയമായല്ലോ എന്ന് ആലോചിച്ചാ. അപ്പച്ചി അല്ല, പാറു ട്രെയിനിലാണോ ബസ്സിലാണോ വരുന്നത്? ബസ്സില്. അവൾ എവിടെ ഇറങ്ങുന്നത്? പടിഞ്ഞാറേക്കോട്ടയിലാ. അപ്പൊ ശരി അപ്പച്ചി. നീ എങ്ങോട്ടായി ഓടുന്നേ? മുഴുവൻ കഴിച്ചിട്ട് പോ. ഇല്ല അപ്പച്ചി, പിള്ളേരെ കൊണ്ടാക്കാൻ വയ്യും. എടാ